മുറപ്പെണ്ണ് രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 65. എന്താടി ഇപ്പോൾ ഒന്നും പറയാനില്ലേ നിനക്ക്? നീ അങ്ങ് പോയാലേ എനിക്കെന്താണെന്ന് നിനക്കറിയണ്ടേടി. കണ്ണിൻ്റെ അലറിച്ചയിൽ ആദ്യമായി ചുമ്മാ ഒന്ന് പേടിച്ചു പോയി. അവളുടെ കണ്ണുകളിൽ എന്തുകൊണ്ടോ അവനോടുള്ള ഭയം തെളിച്ചു. മുൻപിൽ നിൽക്കുന്നവൻ തന്നെ ഇപ്പോൾ ഇല്ലാതാക്കി കളയുമെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. അത്രയ്ക്കും ഭയങ്കരമായി ഉറഞ്ഞു തുള്ളുകയായിരുന്നു കണ്ണനപ്പോൾ. അതും വീരഭദ്രസ്വാമിയെപ്പോലെ. ഒന്നിന് 100 തിരിച്ചു പറയുന്നവളുടെ നാവിനപ്പോൾ കെട്ടുവീണു. ശരീരം ഒന്ന് നൊന്താൽ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് പോലും നോക്കാതെ അടവുകൾ പ്രയോഗിക്കുന്നവൾ കണ്ണൻ കവിളിന് മുകളിൽ നൽകുന്നത് സഹിച്ച് ഒരു നോക്കുകുത്തിയെപ്പോലെ ചുമരിലേക്ക് ദേഹം താങ്ങി നിന്നുപോയി. എന്നാ ചെവി തുറന്നു വെച്ച് കേക്കടി. ഈ മേലേടത്ത് മാധവകൃഷ്ണ ഒരുത്തിയെ പ്രണയിച്ചിട്ടുണ്ടെങ്കിലേ അത് നീയാ, നീ മാത്രം, അതും വർഷങ്ങളായിട്ട്. ചുമുവിൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചു പിടിച്ചുകൊണ്ട് കണ്ണൻ മുരണ്ടു. അതും കൂടി കേട്ടപ്പോഴേക്കും ചുമ്മുവിന് ശ്വാസം വിലങ്ങി. ഒരു നിശ്വാസം അകലത്തിൽ നിൽക്കുന്നവനെ തള്ളി മാറ്റണേ എന്നുണ്ടായിരുന്നെങ്കിലും അവൻ്റെ പറച്ചിലിൽ അമ്പരന്ന് നിൽക്കാനേ അവൾക്കപ്പോൾ സാധിച്ചുള്ളൂ. കണ്ണൻ്റെ വാക്കുകൾ അത്രമേൽ പെണ്ണിൻ്റെ ഹൃദയത്തെ പിടിച്ചുലച്ചിരുന്നു എന്ന് വേണം പറയുവാൻ. കണ്ണേട്ടൻ എന്നെ പ്രണയിക്കുമെന്ന് അന്ന് പറഞ്ഞത് നേരായിരുന്നോ? അപ്പോൾ അത് തമാശ അല്ലായിരുന്നോ? ഈ പ്രണയം ഉള്ളിൽ വെച്ചോണ്ടാണോ കണ്ണേട്ടൻ എന്നെ അന്ന് കിസ് ചെയ്തേ? ഇതൊക്കെ കണ്ണേട്ടൻ്റെ ഒരു തമാശ ആണെന്ന് മാത്രമാണ് താനപ്പോൾ കരുതിയത്. അത് മാത്രമല്ല, തന്നെ പോലെയുള്ളൊരു ചാട്ടക്കാരി പെണ്ണിനെ ഒരിക്കൽ കണ്ണേഷൻ ഇഷ്ടപ്പെടുകയില്ലെന്നും ഞാൻ വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ഇത്രയും ദേഷ്യത്തിൽ എന്നോടിങ്ങനെ ദേഷ്യപ്പെടണമെങ്കിൽ താൻ പറഞ്ഞത് ആൾക്ക് എത്രമാത്രം സങ്കടം വന്നിട്ടായിരിക്കണം. അവൾ ഒട്ടൊരു വല്ലായ്മയോടെ ചിന്തിച്ചു കൂട്ടി. അങ്ങനെ നീ അങ്ങ് പോയാലേ ഈ കണ്ണൻ ജീവിച്ചിരിക്കുന്നതിൽ പിന്നെന്താടി അർത്ഥമുള്ളത്? ഇടർച്ചയോടെ പറഞ്ഞവൻ്റെ വാക്കുകൾ മുറിഞ്ഞു മുറിഞ്ഞു പുറത്തേക്ക് വീണു. ആ ഒരൊറ്റ ചോദ്യത്തിലുണ്ടായിരുന്നു ചുമ്മാ അവൻ ആരാണെന്നുള്ള ഉത്തരം. ഉള്ളിലുള്ള സങ്കടത്തെയും ദേഷ്യത്തെയും നിയന്ത്രിക്കുവാൻ അവനെ കൊണ്ടപ്പോൾ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ ആ സംസാരത്തിൽ ചുമ്മാ ഒരു നിമിഷം സ്തംഭിച്ച് നിന്നുപോയി. കണ്ണൻ്റെ പിടുത്തത്തിൻ്റെ മുറുക്കത്തിൽ ചുമ്മുവിന് കവിളിന് മുകളിൽ പൊടിഞ്ഞു തുടങ്ങിയെങ്കിലും ഒന്ന് വലിക്കുവാൻ പോലും മറന്ന് അവൾ അവൻ്റെ മുഖത്തേക്ക് ഉറ്റു നോക്കിക്കൊണ്ട് അങ്ങനെ തന്നെ നിന്നു. കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ ഇത്രയും വർഷവും നീ അറിയാതെ നിന്റെ പുറകെ കാവൽ നടന്ന് വളർത്തിയേന് ഞാനിതൊക്കെ തന്നെ കേൾക്കണോടി. അവൻ്റെ കൈ ചുമ്മുവിൻ്റെ കവിളിൽ നിന്നും പൊടുന്നനെ അയഞ്ഞു. എങ്കിലും തൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കുന്ന ആ കണ്ണുകളിലെ കനൽ ഇതുവരെയും കെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നത് അവൾ ശ്രദ്ധിച്ചു. അന്ന് നിധിയുടെ കാര്യത്തിൽ നിന്നോട് ഞാനൊരു തെറ്റ് ചെയ്തു പോയി. നിന്നെ ഞാനന്ന് തെറ്റിദ്ധരിച്ചു പോയി. തെറ്റാ ഞാനന്ന് ചെയ്തേ. നീ എൻ്റെ ആണെന്നുള്ള അധികാരം കൊണ്ട് ചെയ്തു പോയതാ. തെറ്റ് മനസ്സിലാക്കിയതിന് ശേഷം എത്ര വട്ടം നിന്നോട് ഞാൻ മാപ്പ് ചോദിച്ചടി. ഓരോ വട്ടം നിൻ്റെ അരികെ വരുമ്പോഴും ആട്ടി വിടുമല്ലായിരുന്നോ നീ എന്നെ? എന്നെ ഒന്ന് കേൾക്കാൻ പോലും നീ തിന്നു തന്നിട്ടുണ്ടോ? ജീവിതത്തിൽ ആദ്യമായി കണ്ണൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അതും കൂടി കണ്ടപ്പോഴേക്കും ചുമ്മാ എന്ത് ചെയ്യണമെന്ന അവസ്ഥയിലായിപ്പോയി. 10 വർഷം കഴിഞ്ഞടി നീ എന്നോടൊന്ന് മിണ്ടിയിട്ട്. ഒരു കൂരയ്ക്ക് കീഴെ ശത്രുക്കളെപ്പോലെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. കണ്ണേട്ട എന്നൊന്ന് സ്നേഹത്തോടെ വിളിച്ചിട്ട് നിന്നെ ഒന്ന് ചെയ്തു പോയതാണോടി ഞാൻ ചെയ്ത തെറ്റ്? എങ്കിൽ നീ ഇപ്പോൾ എനിക്കിട്ടൊന്ന് തിരിച്ചു തന്നോ. എത്ര വേണേലും ഞാൻ നിന്ന് കൊണ്ടോളാം. പക്ഷേ ഇപ്പോൾ തീർത്തോണം. നിൻ്റെ ഉള്ളിലുള്ള എന്നോടുള്ള പുക മൊത്തവും. പറ്റുമോ നിനക്ക്? മുഖം മുറുക്കിയാണ് പറയുന്നതെങ്കിലും അവൻ്റെ ശബ്ദത്തിലപ്പോൾ പതറിച്ച നിറഞ്ഞിരുന്നു. പക്ഷേ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാനാവാതെ മാധവ് വലഞ്ഞുപോയി. ചുമ്മാ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ശില പോലെ ചുവരിൽ ചാരി നിന്നതല്ലാതെ ഒന്നും സംസാരിച്ചില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ കടുത്ത മരവിച്ച അവസ്ഥയായിരുന്നു പെണ്ണിന്. ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് താൻ കണ്ണേട്ടൻ്റെ നാവിൽ നിന്നും കേൾക്കുന്നത്. എവിടെയും ഒരു ഹീറോയെപ്പോലെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന കണ്ണേട്ടനാണ് തൻ്റെ മുന്നിലിപ്പോൾ കണ്ണു നിറച്ച് നിൽക്കുന്നത്. അവനിലെ നിസ്സഹായാവസ്ഥ പെണ്ണിനെ ആദ്യമായിട്ട് നോവിച്ചു. ആ കണ്ണുനീർ ഒരു ലാവ പോലെ അവളുടെ ഹൃദയത്തിലേക്കാണ് ചെന്നു പതിച്ചത്.
തകർന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ, അതും താൻ കാരണം, തൻ്റെ നാവിൽ നിന്നും പുറത്തേക്ക് വീണ വിഷം പുരണ്ട വാക്കുകൾ കാരണം. അവൾ ഒരേങ്ങലോടെ അവൻ്റെ മുഖത്തേക്ക് കണ്ണു നട്ടു. ആള് കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്നവനെ പോലെ മുഖം ഇരു കൈകൾ കൊണ്ടും അമർത്തി തിരുമുന്നുണ്ട്. കുഴിയിഴകൾ പല പ്രാവശ്യമായി പിന്നിലേക്ക് കോതി വയ്ക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഏണിനിരു കൈകളും കുത്തി അവളെയും അവൾക്ക് ചുറ്റുമുള്ളതിനെയും മാറി മാറി നോക്കുന്നുണ്ട്. പക്ഷെ ആ നോട്ടത്തിൽ സങ്കടമായിരുന്നു, നിസ്സഹായതയായിരുന്നു, ദൈന്യതയായിരുന്നു. ഇനി എന്നാടി നീ എന്നെ ഒന്ന് മനസ്സിലാക്കുന്നേ? ചങ്ക് പറിച്ച് നിൻ്റെ കൈ തന്നാലും നീ അത് ചെമ്പരത്തിപ്പൂവാണെന്നേ പറയൂ. എന്താടി നീ ഇങ്ങനെ? നിന്നെ ഇത്രയിൽ സ്നേഹിച്ചേനാണോ ഞാൻ ചെയ്ത തെറ്റ്? അവളുടെ തലയ്ക്ക് ഇരുവശങ്ങളിലുമായി ഇരു കൈകളിലും കുത്തി നിന്നവൻ. എന്നിട്ട് അവൻ ആ പെണ്ണിൻ്റെ നെറ്റിയിൽ തൻ്റെ നെറ്റി മുട്ടിച്ചു. എന്തിനോ വേണ്ടി. കുറേയേറെ നേരം ഒന്നും ഉരിയാടാതെ. ഒരിക്കലും നീ എന്നെയോ എൻ്റെ പ്രണയത്തെയോ മനസ്സിലാക്കിയില്ല വേദുട്ടി. ഇതിലും ഭേദം നീ എന്നെ അങ്ങ് ഇല്ലാതാക്കി കളയുന്നതാ. മടുത്തു ഞാൻ. എത്രയെന്ന് വെച്ചാ ഇങ്ങനെ നിന്നോട്? സംസാരിക്കുമ്പോൾ അവൻ്റെ പൊള്ളുന്ന നിശ്വാസങ്ങൾ ചുമ്മുവിൻ്റെ താടിയിൽ തട്ടുന്നുണ്ടായിരുന്നു. ഉള്ളിലുള്ള സങ്കടങ്ങളുടെ തീച്ചൂളയിൽ നിന്നും വന്ന ചൂട് നിശ്വാസങ്ങളല്ലായിരുന്നവ. വരില്ലടി, ഇനി വരില്ല, ഒന്നിനും വരില്ല. നീ എന്നെ തിരിച്ച് സ്നേഹിക്കുമെന്ന് ഇനിയൊരു പ്രതീക്ഷയെ എനിക്കില്ല. ഞാൻ തോറ്റു. നിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയി. മെല്ലെ മുഖമുയർത്തി അവളുടെ നെറുകയിൽ ചുണ്ടുകൾ അമർത്തി വെച്ചവൻ നിമിഷങ്ങളോളം. എന്നിട്ട് പെണ്ണിൽ നിന്നും അകന്നു മാറി അവൾക്ക് മുഖം കൊടുക്കാതെ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് ഒറ്റ പോക്കായിരുന്നവൻ. പക്ഷെ ചുമ്മു ആ നിൽപ്പ് കുറേയേറെ നേരം കൂടി അവിടെ തന്നെ നിന്നു, ജീവനുള്ള ഒരു പാവയെ പോലെ. ആദ്യമായി മാധവിൽ നിന്ന് നേരിട്ട അവഗണനയുടെ കയ്പുനീര് നുണയുകയായിരുന്നു അവളപ്പോൾ. മുൻവാതിലടച്ച് സ്വന്തം മുറിയിലേക്ക് നടക്കുമ്പോൾ തല പെരുക്കുന്നത് പോലെ പെണ്ണിന് തോന്നിപ്പോയി. ദേഷ്യമോ സങ്കടമോ നിസ്സഹായതയോ അതോ വേദനയോ? തിരിച്ചറിയാൻ പറ്റാത്ത സമ്മിശ്ര വികാരങ്ങളാൽ അവൾ കുഴങ്ങി. സ്വന്തം മുറിയിലേക്ക് കയറുന്നതിന് മുൻപ് അവൾ നേരെ എതിർവശത്തായി കാണുന്ന കണ്ണൻ്റെ റൂമിൻ്റെ ചാരിക്കിടക്കുന്ന വാതിലിലേക്കൊന്ന് പാളി നോക്കി. എന്ത് ചെയ്യുകയായിരിക്കും? ആദ്യമായി അവനെക്കുറിച്ചറിയാൻ അവളിലൊരാകാംക്ഷ തോന്നി. ഒന്നാമതെ കണ്ണ് നിറച്ചോണ്ടാ പോയേക്കുന്നെ. ചെന്ന് നോക്കണോ? അല്ലെങ്കിൽ തന്നെ ആൾക്ക് തളർച്ചയാണ്, അതിൻ്റെ കൂടെ ഡ്യൂട്ടി സ്ട്രെസ്സും. അതിനിടയിലാണ് ഇമാതിരി പ്രശ്നങ്ങളൊക്കെ നടന്നത്. പെണ്ണിൻ്റെ കാലുകൾ അവൾ അറിയാതെ തന്നെ അവൻ്റെ മുറിയുടെ നേർക്ക് നീങ്ങി. യൂണിഫോം മാറാതെ വന്ന പടി തന്നെ കട്ടിലിൽ കമിഴ്ന്നു കിടക്കുന്ന കണ്ണനെയാണ് അവളവിടെ കണ്ടത്. ഒരു നിമിഷം ചുമ്മാ ആ മുറിയുടെ മുൻപിൽ നിന്നു. എന്നിട്ട് ഒരു നെടുവീർപ്പോടെ നേരം സ്വന്തം മുറിയിലേക്ക് കയറിപ്പോയി. അങ്ങോട്ടേക്ക് കയറി ചെന്നപ്പോൾ ആദ്യം കണ്ടത് കട്ടിൽ മുഴുവനായി നിറഞ്ഞു കിടക്കുന്ന പങ്കുവിനെയാണ്. ഉള്ളിലുള്ള സങ്കടങ്ങൾ ആദ്യം അവനോട് പറയാതെ പറ്റില്ല എന്നായി പെണ്ണിനപ്പോൾ. എടാ, ചുമ്മാ അവനെ തട്ടി വിളിച്ചു. പക്ഷെ ചെക്കൻ അവളെ ഒന്ന് കണ്ണു തുറന്നു നോക്കാതെ തന്നെ തിരിഞ്ഞു കിടക്കുകയാണ് ചെയ്തത്. എടാ പങ്കു. കണ്ണനോടുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ നിലനിർത്തി നിൽക്കുകയായിരുന്ന പെണ്ണ് അവൻ്റെ ചുമലിൽ ഒരു കൊട്ടു വെച്ചു കൊടുത്തു. എന്താടി പുല്ലേ? ദേഹം വേനിച്ചത് കൊണ്ടാവാം ചെക്കൻ കടലിൽ നിന്നും പെട്ടെന്ന് ചാടി എഴുന്നേറ്റത്. എനിക്ക് നിന്നോട് സംസാരിക്കണം. അവൾ അവൻ്റെ മുൻപിൽ ചെന്ന് ചമ്രം പടഞ്ഞിരുന്നു. പങ്കുവിൻ്റെ കണ്ണുകളപ്പോൾ ഉറക്കച്ചടവോടെ നേരെ പോയത് ചുവരിലെ ക്ലോക്കിലേക്കായിരുന്നു. സമയം 4:30 മണി. മനുഷ്യനെ ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേടി നീ? നാളെ ഒന്ന് നേരം വെളുത്തോട്ടെ. നീ എന്നോട് എത്ര വേണേലും സംസാരിച്ചോ. പ്ലീസ്, ഇന്നെന്നെ ഒന്ന് വെറുതെ വിടണം. ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് കുത്തിയിരിക്കാതെ വന്ന് കിടന്നുറങ്ങാൻ നോക്കടി. കണ്ണടച്ച് പിടിച്ചുകൊണ്ട് പെണ്ണിനെ 2 വഴക്കും പറഞ്ഞ് പങ്കു കട്ടിലിലേക്ക് മലർന്നൊരൊറ്റ കിടപ്പായിരുന്നു. നിമിഷങ്ങൾ കഴിയുന്നതിന് മുൻപേ അവനിൽ നിന്നും കൂർക്കം വലിയും കേട്ടു. ചെക്കൻ്റെ ആ കിടപ്പും ഉറപ്പും ഒക്കെ കണ്ടപ്പോഴേക്കും ചുമ്മൂന് പിന്നീട് അവനെ വിളിക്കാനായി തോന്നിയില്ല. അവൾക്ക് ഒറ്റയ്ക്കായ പോലെ തോന്നി. മൊത്തത്തിൽ ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥ. തലയ്ക്കുള്ളിൽ കൊടുങ്കാറ്റിൻ്റെ ഇരമ്പലായിരുന്നു. അവൾ 2 കൈയും തലയിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് കുറേയേറെ നേരം അങ്ങനെ തന്നെ ഇരുന്നു. അസ്വസ്ഥമായ മനസ്സ് മൂലം ഉറക്കം എപ്പോഴേ നഷ്ടപ്പെട്ടിരുന്നു.
ചിന്ത മുഴുവൻ കണ്ണം പറഞ്ഞ കാര്യങ്ങളാണ്. 10 വർഷങ്ങളായിട്ടുള്ള പ്രണയമത്രേ. അത് മാത്രമാണ് പെണ്ണിൻ്റെ മനസ്സിൽ തന്നെയും പിന്നെയും തെളിഞ്ഞു നിന്നത്. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് വേഗം വരാം. ഇന്ന് ഇച്ചിരി വലിയ പാട്ടാണ് തന്നിരിക്കുന്നത്. നാളെ തന്നെ നെക്സ്റ്റ് ഭാഗം ഉണ്ടായിരിക്കും. അപ്പോൾ അതുവരെ ബൈ ബൈ.